ഹായ് എവരി വൺ. കഴിഞ്ഞ വീഡിയോയിൽ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 10ാം ക്ലാസ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠമായിട്ടുള്ള ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ശ്രീകാന്ത് ബൊല്ലയുടെ ഒരു സ്പീച്ച് ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ആ സ്പീച്ചിൽ അദ്ദേഹം അവസാനം പറയുന്നുണ്ട്, ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചെസ്സിലും ക്രിക്കറ്റിലും പങ്കെടുക്കാനും അതുപോലെ തന്നെ ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിന്റെ കൂടെ ജോലി ചെയ്യാനുള്ള ഭാഗ്യമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായി എന്നാണ് നമ്മൾ അവസാനമായിട്ട് പറഞ്ഞു നിർത്തിയത്. ഇനി ആ സ്പീച്ചിന്റെ ബാക്കി ഭാഗം ഈ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അദ്ദേഹം പറയാണ്, when I completed my 10th grade with over 90% marks, I wanted to study science at the Andhra Pradesh State Board. When I completed, ഞാൻ പൂർത്തിയാക്കിയപ്പോൾ, my 10th grade, എൻ്റെ 10ാം ക്ലാസ്, with over 90% marks, 90% കൂടുതൽ മാർക്കുമായിട്ട് ഞാൻ എൻ്റെ 10ാം ക്ലാസ് പൂർത്തിയാക്കിയപ്പോൾ, I wanted to study, എനിക്ക് പഠിക്കണമായിരുന്നു, സയൻസ് പഠിക്കണമായിരുന്നു അറ്റ് ദ AP സ്റ്റേറ്റ് ബോർഡ്, ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ബോർഡിന്റെ കീഴിൽ സയൻസ് പഠിക്കാനായിരുന്നു എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നത്. ഹവർ, അങ്ങനെയൊക്കെ ആണെങ്കിലും, ഐ വാസ് ടോൾഡ്, എന്നോട് പറയപ്പെട്ടു, ഐ കുഡ് ഓൺലി ടേക്ക്, എനിക്ക് എടുക്കാൻ കഴിയുക എന്ത് മാത്രമാണ്, ആർട്സ് വിഷയങ്ങൾ മാത്രമാണ് എനിക്ക് എടുക്കാൻ കഴിയുക എന്ന് എന്നോട് പറയപ്പെട്ടു. ബിക്കോസ്, കാരണം എന്താണെന്നറിയോ, ഐ വാസ് ഇംപയർഡ്, ഞാൻ വൈകല്യമുള്ളവനായിരുന്നു. അപ്പൊ എനിക്ക് വൈകല്യമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആർട്സ് വിഷയങ്ങൾ മാത്രമേ എടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് എന്നോട് പറയപ്പെട്ടു. എനിക്കാണെങ്കിൽ ആഗ്രഹം എന്ത് പഠിക്കാനാണ്, സയൻസ് പഠിക്കാനായിരുന്നു. ഐ ഡിഡ് നോട്ട് കൺസിഡർ മൈസെൽഫ് വിഷ്വലി ഇംപയർഡ് ബട്ട് വിഷ്വലി ചലഞ്ചഡ്. ഐ ഡിഡ് നോട്ട് കൺസിഡർ മൈസെൽഫ്, ഞാൻ എന്നെ പരിഗണിച്ചിരുന്നില്ല. എന്തായിട്ട്? വിഷ്വലി ഇംപയർഡ്, കാഴ്ചയിൽ ഡിസേബിൾഡ് ആയിട്ട് അല്ലെങ്കിൽ വൈകല്യമുള്ളതായിട്ട് ഞാൻ എന്നെ പരിഗണിച്ചിരുന്നില്ല. പക്ഷേ ഞാൻ എന്നെ എങ്ങനെയാണ് പരിഗണിച്ചത്? വിഷ്വലി ചലഞ്ചഡ്, കാഴ്ചയിൽ വെല്ലുവിളി നേരിടുന്ന ഒരാൾ എന്ന നിലയിൽ മാത്രമാണ് ഞാൻ എന്നെ പരിഗണിച്ചിരുന്നത്. അപ്പൊ എനിക്കൊരു വൈകല്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. കാഴ്ചയിൽ ചെറിയൊരു വെല്ലുവിളി ഉണ്ട് എന്ന് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തിരുന്നത്, വിചാരിച്ചിരുന്നത് അല്ലെങ്കിൽ കൺസിഡർ ചെയ്തിരുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വൈകല്യമുള്ളതായിട്ടല്ല അദ്ദേഹം എന്ത് ചെയ്തത്, അദ്ദേഹത്തെ വൈകല്യത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ധ്യതയെ അദ്ദേഹം കണ്ടത്. അതൊരു ചലഞ്ചായിട്ട്, ഒരു വെല്ലുവിളിയായിട്ട് മാത്രമായിരുന്നു അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നത്. ഐ വാസ് നോട്ട് അലൗഡ്, എനിക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല, ടു പേഴ്സ്യൂ, നേടാന് അല്ലെങ്കിൽ ഫോളോ ചെയ്യാന്, പിന്തുടരാന്, മൈ പാഷൻ, എന്റെ താല്പര്യം, എന്റെ ആഗ്രഹം. ഡ്യൂ, എന്ത് കാരണം കൊണ്ട്? ടു ദ പെർസെപ്ഷൻസ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് കൊണ്ട്. അപ്പൊ മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് കാരണമായിട്ട് എനിക്ക് എന്റെ സ്വന്തം ആഗ്രഹം പിന്തുടരാനോ നേടാനോ ഉള്ള അനുവാദം ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ വൈകല്യമുള്ള ആൾക്കാർക്ക് ആർട്സ് വിഷയങ്ങൾ മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ, സയൻസ് എടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സയൻസ് പഠിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് അനുവാദം ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. റാദർ ദാൻ ആക്സെപ്റ്റ് ദിസ്, ഐ ഡിസൈഡ് ടു സ്യൂ ദ ഗവൺമെന്റ്. റാദർ ദാൻ ആക്സെപ്റ്റ് ദിസ്, ഇത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരമായിട്ട്, അതായത് ഇത് അംഗീകരിക്കുന്നതിന് പകരമായിട്ട്, ഐ ഡിസൈഡഡ്, ഞാൻ തീരുമാനിച്ചു, ടു സ്യൂ, നിയമ പോരാട്ടം നടത്താൻ തീരുമാനിച്ചു, ദ ഗവൺമെന്റിനോട്, അവിടെയുള്ള സർക്കാരിനോട് നിയമ പോരാട്ടം നടത്താൻ ഞാൻ തീരുമാനിച്ചു എന്നാണ് ശ്രീകാന്ത് ബൊല്ല പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് തോറ്റു പിന്മാറാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഗവൺമെന്റിനെതിരെ നിയമ പോരാട്ടം തുടങ്ങിയായിരുന്നു. ആഫ്റ്റർ 6 months ഓഫ് ലീഗൽ ബാറ്റിൽ, I received a government order allowing me to study science, but at my own risk. After 6 months, 6 മാസത്തിന് ശേഷം, ഓഫ് ലീഗൽ ബാറ്റിൽ, നിയമ പോരാട്ടത്തിന് ശേഷം, 6 മാസം നീണ്ട നിയമയുദ്ധത്തിന് ശേഷം, ഐ റിസീവ്ഡ്, എനിക്ക് ലഭിച്ചു, എ ഗവൺമെന്റ് ഓർഡർ, ഒരു ഗവൺമെന്റ് ഓർഡർ, ഉത്തരവ് എനിക്ക് ലഭിച്ചു, എലോങ് മീ, എന്നെ അനുവദിച്ചുകൊണ്ട്, ടു സ്റ്റഡി സയൻസ്, എനിക്ക് ഇഷ്ടപ്പെട്ട സയൻസ് പഠിക്കാൻ എന്നെ അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഗവൺമെന്റ് ഓർഡർ എനിക്ക് ലഭിച്ചു. പക്ഷേ അത് അറ്റ് മൈ ഓൺ റിസ്ക്, എന്റെ സ്വന്തം റിസ്കിലായിരുന്നു. ഗവൺമെന്റിന് അതിൽ യാതൊരു റിസ്കും ഇല്ല, എന്റെ സ്വന്തം റിസ്കിൽ എനിക്ക് പഠിക്കാനുള്ള അനുവാദം അവർ തന്നു. ഡിസ്പൈറ്റ് ദ ലാക്ക് ഓഫ് റിസോഴ്സസ്, ഒരുപാട് റിസോഴ്സുകളുടെ കമ്മി ഉണ്ടെങ്കിൽ പോലും, ഡിസ്പൈറ്റ് എന്ന് പറഞ്ഞാൽ എന്നിട്ട് പോലും, ദ ലാക്ക്, കുറവുകൾ ഉണ്ടെങ്കിൽ പോലും, ഓഫ് ദ റിസോഴ്സസ്, വിഭവങ്ങൾ, അതായത് സൗകര്യം, പഠിക്കാനുള്ള റിസോഴ്സുകൾ ഉണ്ടല്ലോ, അതിന്റെ ലഭ്യത കുറവുണ്ടെങ്കിൽ പോലും, ഐ വർക്ക്ഡ് ഹാർഡ്, ഞാൻ കഠിനാധ്വാനം ചെയ്തു, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മെന്റർ, ഒരു മെന്ററുടെ സഹായത്തോട് കൂടിയിട്ട്. പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മളെ സഹായിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്താ പറയുക, മെന്റർ എന്ന് പറയുക അല്ലെ. ഒരു മെന്ററുടെ സഹായത്തോട് കൂടി ഞാൻ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്തു. ഷീ റെക്കോർഡഡ് മൈ ടെക്സ്റ്റ് ബുക്സ് ഓൺ ഓഡിയോ. ഷീ റെക്കോർഡഡ്, ആ സ്ത്രീ, അതായത് എന്റെ മെന്റർ ആയിട്ടുള്ള ആ സ്ത്രീ ഉണ്ടല്ലോ, റെക്കോർഡ് ചെയ്തു, മൈ ടെക്സ്റ്റ് ബുക്സ്, എന്റെ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം ഓൺ ഓഡിയോ, ഒരു ഓഡിയോ ആയിട്ട്. അപ്പൊ എനിക്ക് കണ്ണ് കാണാത്തതുകൊണ്ട് തന്നെ എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ആ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളെല്ലാം ഒരു ഓഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തു. ആൻഡ് ഐ സ്കോർഡ്, അങ്ങനെ ഞാൻ സ്കോർ ചെയ്തു, ഞാൻ നേടി 98% ഇൻ മൈ എക്സാംസ്, എന്റെ പരീക്ഷകളിൽ
98% മാർക്ക് വരെ ഞാൻ എന്ത് ചെയ്തു, നേടി. ദിസ് പ്രൂവ്സ്, ഇത് തെളിവാണ്, ദാറ്റ് എനിവൺ, ആർക്കും, റിഗാർഡ്ലെസ് ഓഫ് ദിയർ ഇമ്പയർമെന്റ്, എന്ത് വൈകല്യത്തെ മറികടന്നും അതിനെ പരിഗണിക്കാതെയും, ഓർ ചലഞ്ചസ്, എന്ത് വെല്ലുവിളികൾ ഉണ്ടെങ്കിലും അതിനൊക്കെ പരിഗണിക്കാതെ, ക്യാൻ അച്ചീവ്, നേടാൻ കഴിയുമെന്നുള്ളതിന്റെ തെളിവായിരുന്നു ഗ്രേറ്റ് തിങ്സ്, വലിയ വലിയ കാര്യങ്ങൾ. അപ്പൊ എത്ര വെല്ലുവിളികൾ നേടുന്ന ആളാണെങ്കിലും എത്ര വൈകല്യം ഉണ്ടെങ്കിലും അതിനൊന്നും പരിഗണിക്കാതെ ഏതൊരാൾക്കും എന്തും നേടാൻ കഴിയുമെന്നുള്ളതിന്റെ തെളിവായിരുന്നു ഇത്. ഞാൻ ആ പരീക്ഷകളിൽ 98% മാർക്കോട് കൂടി വിജയിച്ചത് അതിനൊരു തെളിവായിരുന്നു. ഹവർ, അങ്ങനെയൊക്കെയാണെങ്കിലും മൈ ജേർണി ഡിഡിൻ എൻഡ് ദർ, എന്റെ യാത്ര ഡിഡിൻ എൻഡ് ദർ, അവിടെ അവസാനിച്ചില്ല. വെൻ ഇറ്റ് വാസ് ടൈം ടു അപ്ലൈ ചെയ്യാനുള്ള, അപേക്ഷിക്കാനുള്ള സമയമായപ്പോൾ, ടു ടോപ്പ് എഞ്ചിനീയറിംഗ് സ്കൂൾസ്, വലിയ ടോപ്പായിട്ടുള്ള പ്രശസ്തമായ എഞ്ചിനീയറിംഗ് സ്കൂളുകളിലേക്ക് അപേക്ഷിക്കാനുള്ള സമയമെത്തിയപ്പോൾ, ലൈക്ക് ഏതുപോലെയുള്ള എഞ്ചിനീയറിംഗ് സ്കൂൾസ് ആണ്, IIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പോലെയുള്ള വലിയ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് അപേക്ഷിക്കാനുള്ള സമയമായപ്പോൾ, ഐ വാസ് ടോൾഡ്, എന്നോട് വീണ്ടും പറയപ്പെട്ടു. എന്താണ് എന്നോട് പറഞ്ഞത്? ഐ കുഡിൻ സിറ്റ്, എനിക്ക് ഇരിക്കാൻ കഴിയില്ല, എനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് എന്നോട് പറഞ്ഞു. ഫോർ ദി കോമ്പറ്റേറ്റീവ് എക്സാംസ്, മത്സര പരീക്ഷയിൽ. കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണ് മത്സര പരീക്ഷ. ഈ IIT പോലെയുള്ള എഞ്ചിനീയറിംഗ് സ്കൂളിലേക്കുള്ള പ്രവേശന പരീക്ഷ ഉണ്ടല്ലോ, അതിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് എന്നോട് പറയപ്പെട്ടു. ബിക്കോസ്, കാരണം എന്തായിരുന്നു? ഓഫ് മൈ ബ്ലൈൻഡ്നെസ്, എന്റെ അന്ധതയായിരുന്നു. അപ്പൊ അന്ധത കാരണം എനിക്ക് ആ എക്സാമുകളിൽ, ആ പരീക്ഷകളിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് എന്നോട് പറയപ്പെട്ടു. ഇഫ് IIT ഡിഡിൻ വാണ്ട് മീ, ഇഫ് IIT ഡിഡിൻ വാണ്ട്, IITക്ക് ആവശ്യമില്ലെങ്കിൽ, മീ, എന്നെ, IIT എന്ന് പറയുന്ന സ്ഥാപനത്തിന് എന്നെ ആവശ്യമില്ലെങ്കിൽ, ഐ ഡിസൈഡഡ്, ഞാൻ തീരുമാനിച്ചു, ഐ ഡിഡിൻ വാണ്ട് ഇറ്റ് എയ്തർ, അതിനെ എനിക്കും വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പൊ ആ സ്ഥാപനത്തിന് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് ആ സ്ഥാപനത്തെയും വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. ഐ അപ്ലൈഡ്, ഞാൻ അപ്ലൈ ചെയ്തു, ഞാൻ അപേക്ഷിച്ചു, ടു ടോപ്പ് സ്കൂൾസ്, പ്രശസ്തമായ വലിയ സ്കൂളുകളിലേക്ക്, ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്കയിലുള്ള, US പ്രധാനപ്പെട്ട സ്കൂളുകളിലേക്ക് ഞാൻ അപേക്ഷിച്ചു. ആൻഡ് വാസ് അക്സെപ്റ്റഡ്, എന്നെ സ്വീകരിച്ചു, എന്റെ അപേക്ഷ സ്വീകരിച്ചു, ഇൻടു MIT, സ്റ്റാൻഫോർഡ്, ബെർക്ക്ലി ആൻഡ് കെർണി മെലൺ, ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളെല്ലാം എനിക്ക് എന്റെ അപേക്ഷ അവരെല്ലാം സ്വീകരിച്ചു. ഐ ചൂസ്, അതിൽ നിന്നും ഞാൻ തെരഞ്ഞെടുത്തത്, ടു അറ്റൻഡ് MIT യിൽ പങ്കെടുക്കാനായിരുന്നു, അവിടെ അഡ്മിഷൻ നേടാനായിരുന്നു ഞാൻ സെലക്ട് ചെയ്തത്, ഞാൻ ചൂസ് ചെയ്തത്. ബിക്കമിങ് ദ ഫസ്റ്റ് ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡന്റ്, ബിക്കമിങ്, അങ്ങനെ ഞാൻ ആയി തീർന്നു, ദ ഫസ്റ്റ് ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡന്റ്, ആദ്യത്തെ ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡന്റ്, അന്താരാഷ്ട്ര അന്ധനായിട്ടുള്ള വിദ്യാർത്ഥിയായിട്ട് ഞാൻ മാറി. ഇൻ ഇറ്റ്സ് ഹിസ്റ്ററി, അതിന്റെ ചരിത്രത്തിൽ. അപ്പൊ MIT, US MIT എന്ന് പറയുന്ന ആ ഒരു കോളേജിന്റെ, യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡന്റ്, അന്താരാഷ്ട്ര അന്ധനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിട്ട് ഞാൻ ആയിത്തീർന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇന്ത്യയിലെ IIT പരീക്ഷ എഴുതാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യാണ്? അമേരിക്കയിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കുകയാണ്. അവിടെയുള്ള പല യൂണിവേഴ്സിറ്റികളും അദ്ദേഹത്തെ എന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തു. അതിൽ നിന്നും അദ്ദേഹം MIT ആണ് തെരഞ്ഞെടുത്തത്. ആ MITയുടെ ചരിത്രത്തിൽ ആദ്യത്തെ അന്ധനായ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ആയിട്ട് അദ്ദേഹം മാറി. While at MIT, I began to think deeply about my future. While, ആ സമയത്ത്, ഏത് സമയത്താണ്? at MIT, ഞാൻ MIT പഠിക്കുന്ന, അവിടെ കഴിച്ചുകൂട്ടുന്ന ആ സമയത്തുണ്ടല്ലോ, ഞാൻ തുടങ്ങി, to think, ചിന്തിക്കാൻ തുടങ്ങി, deeply, വളരെ ആഴത്തിൽ. എന്തിനെ കുറിച്ചാണ് ഞാൻ വളരെ ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയത്? അബൌട്ട് മൈ ഫ്യൂച്ചർ, എന്റെ ഭാവിയെക്കുറിച്ച്. അപ്പൊ MIT നിൽക്കുന്ന സമയത്ത് എന്റെ ഭാവിയെക്കുറിച്ച് ഞാൻ അഗാധമായ ചിന്തയിൽ ഏർപ്പെട്ടു, വളരെ കാര്യമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. എന്താണ് എന്റെ ഭാവി എന്നുള്ളത്? Should I just get married, settle down and work in corporate America? Should I, ഞാൻ ചെയ്താലോ? just get married, കല്യാണം കഴിച്ചാലോ? settle down, ഞാൻ സ്ഥിരതാമസമാക്കിയാലോ? and work, ജോലി നേടിയാലോ? in corporate America, കോർപ്പറേറ്റ് അമേരിക്കയിൽ തന്നെ സെറ്റിൽ ആയിട്ട് സ്ഥിരതാമസമാക്കിയിട്ട് അവിടെ തന്നെ കല്യാണം കഴിച്ച് സ്ഥിരതാമസമാക്കിയാലോ എന്നൊക്കെ അദ്ദേഹം ആലോചിച്ചു. നോ, വേണ്ട. അങ്ങനെ അമേരിക്കയിൽ തന്നെ കല്യാണം കഴിച്ച് അവിടെ തന്നെ സ്ഥിരതാമസാക്കണം, സെറ്റിൽ ആവണം എന്നുള്ള ചിന്ത അയാൾക്കില്ലായിരുന്നു. അദ്ദേഹം പറയാണ്, ഐ വാണ്ടഡ് ടു സോൾവ് ദ പ്രോബ്ലംസ് ഐ ഹാഡ് ഫേസ്ഡ്. ഐ വാണ്ടഡ്, എനിക്ക് വേണമായിരുന്നു, ടു സോൾവ് ചെയ്യണമായിരുന്നു, പരിഹരിക്കണമായിരുന്നു, ദ പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ, ഐ ഹാഡ് ഫേസ്ഡ്, ഞാൻ നേരിട്ട പ്രശ്നങ്ങളുണ്ടല്ലോ, ഞാൻ ഇത്രയും കാലം ജീവിച്ചപ്പോൾ ഞാൻ നേരിട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകളൊക്കെയും സോൾവ് ചെയ്യണം, പരിഹരിക്കണം എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു എനിക്ക്. വൈ ഷുഡ് ബ്ലൈൻഡ് ചിൽഡ്രൻ ബി മെയ്ഡ് ടു സിറ്റ് ഓൺ ദ ലാസ്റ്റ് ബെഞ്ച്? വൈ ഷുഡ്, എന്തിനാണ്, ബ്ലൈൻഡ് ചിൽഡ്രൻ, അന്ധരായ കുട്ടികൾ, ബി മെയ്ഡ് ടു സിറ്റ്, ഇരുത്തുന്നത്, ഓൺ ദി ലാസ്റ്റ് ബെഞ്ച്, അവസാനത്തെ ബെഞ്ചിൽ. അപ്പൊ എന്തുകൊണ്ടാണ് അന്ധരായ കുട്ടികളെ അവസാനത്തെ ബെഞ്ചിൽ ഇരുത്തുന്നത്? അദ്ദേഹം നേരിട്ടൊരു പ്രശ്നമായിരുന്നു അല്ലെ, അദ്ദേഹത്തെ അവസാനത്തെ ബെഞ്ചിലാണ് ഇരുത്തിയത്.
പിന്നെയോ വൈ ഷുഡ് 10% ഓഫ് ഇന്ത്യ പോപ്പുലേഷൻ ഹു ആർ ഡിസേബിൾ ബി എക്സ്ക്ലൂഡഡ് ഫ്രം ദി എക്കണോമി? വൈ എന്തുകൊണ്ടാണ് 10% ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ ഇന്ത്യൻ ജനസംഖ്യയുടെ 10% വരുന്ന ഹു ആർ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ, വൈകല്യമുള്ള ആൾക്കാർ അല്ലെങ്കിൽ പരിമിതിയുള്ള ആൾക്കാരുണ്ടല്ലോ, ബി എക്സ്ക്ലൂഡഡ് അവരെ മാറ്റി നിർത്തുന്നത് ഫ്രം ദി എക്കണോമി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ നിന്നും. അപ്പൊ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥയിൽ നിന്നും ഇന്ത്യയുടെ പോപ്പുലേഷന്റെ 10% വരുന്ന ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ എന്തുകൊണ്ടാണ് മാറ്റി നിർത്തുന്നത്? ഇതൊക്കെ അദ്ദേഹം നേരിട്ട പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ ഇതിനൊക്കെ പരിഹാരം കാണണമെന്നുള്ള ചിന്ത അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായി. ദീസ് ക്വസ്റ്റ്യൻസ് ഈ ചോദ്യങ്ങളൊക്കെയും ലെഡ് മീ എന്നെ നയിച്ചു ബാക്ക് ടു ഇന്ത്യ ഇന്ത്യയിലേക്ക് തന്നെ എന്നെ കൊണ്ടുവന്നു. ബാക്ക് ടു ഇന്ത്യ ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു. വേർ ഐ റിട്ടേൺ ആ ഇന്ത്യയിലേക്ക് ഞാൻ തിരിച്ചു വന്നു. ഗിവിംഗ് അപ്പ് ഉപേക്ഷിച്ചുകൊണ്ട് ഓൾ ദ ഓപ്പർച്യൂണിറ്റീസ് എല്ലാ അവസരങ്ങളും ഇൻ കോർപ്പറേറ്റ് അമേരിക്ക ആ കോർപ്പറേറ്റ് അമേരിക്കയിൽ അവിടെ ഒരുപാട് ജോലി സാധ്യതകളും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിനുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അവസരങ്ങളുണ്ട്. അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ വരികയാണ്. ടു ബിൽഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എ സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം ഫോർ ഡിസേബിൾഡ്. എ സ്ട്രോങ് ഒരു ശക്തമായ സപ്പോർട്ട് സിസ്റ്റം, സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം, ഒരു രൂപം, ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഫോർ ദ ഡിസേബിൾഡ് വൈകല്യമുള്ള പരിമിതിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള പരിമിതിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിലെ എല്ലാ അവസരങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ വരികയാണ്. കാരണം അദ്ദേഹം ഒരു അന്ധനായതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്നും ശരിയല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ ആ തെറ്റുകളെല്ലാം ആ പ്രശ്നങ്ങളെല്ലാം തിരുത്തണം, അതൊക്കെ സോൾവ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എല്ലാവിധ ഓപ്പർച്യൂണിറ്റീസും അവസരങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ വരികയാണ്. വി എസ്റ്റാബ്ലിഷ്ഡ് എ പ്ലാറ്റ്ഫോം ബൊലൻ ഇൻഡസ്ട്രീസ് ടുഗദർ വിത്ത് മൈ പാർട്ണർ to find, rehabilitate, nurture and reintegrate disabled individuals into society rather than separate them from it. We established ഞങ്ങൾ സ്ഥാപിച്ചു എ പ്ലാറ്റ്ഫോം ഒരു പ്ലാറ്റ്ഫോം. എന്ത് പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ നിർമ്മിച്ചത്? ബൊലൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു സംരംഭം ഞങ്ങൾ സ്ഥാപിച്ചു. ടുഗദർ ഒരുമിച്ച് വിത്ത് മൈ പാർട്ണർ എന്റെ പാർട്ണറോട് കൂടെ ഞാൻ എന്ത് ചെയ്തു? ഒരു ബൊലൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന സംരംഭം തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫൈൻഡ് കണ്ടെത്താനും, റീഹാബിലിറ്റേറ്റ് പുനരധിവസിപ്പിക്കാനും, നർച്ചർ പരിപോഷിപ്പിക്കാനും, ആൻഡ് റീഇന്റഗ്രേറ്റ് പുതുക്കാനും ഡിസേബിൾഡ് ഇൻഡിവിജ്വൽസ് അംഗവൈകല്യമുള്ള അല്ലെങ്കിൽ പരിമിതിയുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് അവരെ പുനരധിവസിപ്പിക്കാനും പരിപോഷിപ്പിക്കാനും അതുപോലെ തന്നെ അവരെ പുതുക്കി അയക്കാനും ഇൻറ്റു സൊസൈറ്റി സമൂഹത്തിലേക്ക്. റാദർ ദാൻ എന്തിനേക്കാൾ? സെപ്പറേറ്റ് അവരെ അകറ്റി നിർത്തുന്നതിനേക്കാൾ ഫ്രം ഇറ്റ് സമൂഹത്തിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള പരിമിതിയുള്ള ആൾക്കാരെ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തുന്നതിന് പകരമായിട്ട് അവരെ കണ്ടെത്തിയിട്ട് അവർക്ക് ആവശ്യമുള്ള സഹായം ചെയ്ത് അവരെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ബൊലൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു സംരംഭം ഞങ്ങൾ തുടങ്ങി എന്നാണ് അദ്ദേഹം പറയുന്നത്. വി ഹാവ് സപ്പോർട്ടഡ് ഞങ്ങൾ പിന്തുണച്ചു, ഞങ്ങൾ സഹായിച്ചു ഓവർ 3000 സ്റ്റുഡൻസ് ഇൻ എഡ്യൂക്കേഷൻ 3000-ലധികം വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസത്തിൽ ഞങ്ങൾ സഹായിച്ചു, പിന്തുണച്ചു, സപ്പോർട്ട് ചെയ്തു. വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ തൊഴിൽപരമായിട്ട് അവരെ നല്ല നിലയിലാക്കാൻ സഹായിച്ചു. സ്പോർട്സിൽ ഞങ്ങൾ സഹായിച്ചു. ആൻഡ് മച്ച് മോർ അതിൽ കൂടുതൽ പല കാര്യങ്ങളിലായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു? പല വിദ്യാർത്ഥികളെയും പല ആൾക്കാരെയും ഞങ്ങൾ സഹായിച്ചു. അവർ കമ്പനി ഞങ്ങളുടെ കമ്പനി ഉണ്ടല്ലോ, നൗ എംപ്ലോയ്സ് അതിൽ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓവർ 150 ഡിസേബിൾഡ് ഇൻഡിവിജ്വൽസ് 150-നേക്കാൾ കൂടുതൽ വൈകല്യമുള്ള അല്ലെങ്കിൽ പരിമിതിയുള്ള ആൾക്കാർ ഞങ്ങളുടെ കമ്പനിയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. ഇറ്റ് ഗ്രോസസ് ഓവർ $1 million ഇൻ സെയിൽസ്. ഇറ്റ് ഗ്രോസസ് അത് വളർന്നുകൊണ്ടിരിക്കുന്നു. ഓവർ $1 million $1 million ഒക്കെ ഇൻ സെയിൽസ് അതിന്റെ വിറ്റുവരവില്. അപ്പൊ കമ്പനിയുടെ വിറ്റുവരവ് $1 million ഒക്കെ കടന്നു പോയിട്ടുണ്ട്. അത്രയും വളർന്നുകൊണ്ടിരിക്കുകയാണ് കമ്പനി. പക്ഷെ എങ്കിലും വി ആർ സ്റ്റിൽ ഞങ്ങൾ അപ്പോഴുമായിരുന്നു അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ്, ആ തുടക്കത്തിലുള്ള ആ സ്റ്റേജ് ഉണ്ടല്ലോ അവിടെ തന്നെയായിരുന്നു ഓഫ് ഗ്രോത്ത് ഞങ്ങളുടെ വളർച്ചയുടെ. അപ്പൊ അത്രയൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ എന്തായിരുന്നു? ഞങ്ങളുടെ വളർച്ചയുടെ തുടക്കഘട്ടത്തിൽ തന്നെ ആയിരുന്നു. വിത്ത് മച്ച് മോർ ടു ഡു ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ അദ്ദേഹം ഇത്ര വളർന്നെങ്കിലും അദ്ദേഹം ഇപ്പോഴും ഇനീഷ്യൽ സ്റ്റേജിൽ നിന്നാണ് അദ്ദേഹത്തെ ആ കമ്പനിയെ കുറിച്ച് പറയുന്നത്. ഇനിയും വളരാനുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാഴ്ചപ്പാട്. അപ്പൊ അദ്ദേഹം ഇനിയും വളരും എന്നുള്ളൊരു കോൺഫിഡൻസ് അവിടെ പങ്കുവെക്കുന്നുണ്ട്. ഇനി ഈ പ്രസംഗത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ശ്രീകാന്ത് ബൊല്ല അദ്ദേഹത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനോട് 3 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങൾ പിന്തുടരാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് പറയുന്നത്? അദ്ദേഹം പറയാണ്, ഐ വോണ്ട് ടു ലീവ് യു വിത്ത് 3 lessons. ഐ വോണ്ട് ടു ലീവ് യു ഞാൻ നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു ടു ലീവ് യു നിങ്ങൾക്ക് വിട്ടു നൽകാൻ ആഗ്രഹിക്കുന്നു. വിത്ത് 3 lessons 3 പാഠങ്ങൾ. ഫസ്റ്റ് അതിൽ ആദ്യത്തേത് ഷോ കമ്പാഷൻ ആൻഡ് ഹെൽപ്പ് അതേഴ്സ് ത്രൈവ്.
എന്താണ് അദ്ദേഹം പറയുന്നത്? ഷോ, നിങ്ങൾ കാണിക്കുക, കമ്പാഷൻ, കരുണ കാണിക്കുക, സഹാനുഭൂതി കാണിക്കുക, ആൻഡ് ഹെൽപ്പ്, നിങ്ങൾ സഹായിക്കുക, അതേഴ്സ്, മറ്റുള്ളവരെ. എന്തിനാണ് നിങ്ങൾ അവരെ സഹായിക്കേണ്ടത്? ത്രൈവ്, വളരാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ മറ്റുള്ളവരെ വളരാൻ വേണ്ടി സഹായിക്കുകയും മറ്റുള്ളവരോട് കരുണ, ദയ അല്ലെങ്കിൽ സഹാനുഭൂതി ഇതൊക്കെ നിങ്ങൾ കാണിക്കുക. എന്നിട്ട് അദ്ദേഹം പറയാ ട്രൂ വെൽത്ത്, യഥാർത്ഥ സമ്പാദ്യം എന്ന് പറയുന്നത് ഡസിൻ കം ഫ്രം മണി, അത് പണത്തിൽ നിന്നല്ല വരുന്നത്, ബട്ട് പക്ഷേ ഫ്രം ദി ഹാപ്പിനെസ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നിന്നാണ്. അപ്പൊ നമ്മൾ പണം സമ്പാദിക്കുമ്പോഴല്ല നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മൾ സമ്പാദ്യം ഉണ്ടാവുന്നത്, നമ്മൾ സമ്പത്തുള്ളവരാവുന്നത്, പക്ഷെ മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോഴാണ്. അപ്പൊ നമ്മൾ കാരണം ഒരാളെ സന്തോഷിക്കുമ്പോൾ, അവരുടെ ജീവിതത്തിൽ വളരുമ്പോൾ ആ സന്തോഷമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് അദ്ദേഹം പറയുന്നു. സെക്കൻഡ്, രണ്ടാമത്തേത്, റിമൂവ് ലോൺലെസ് ഫ്രം പീപ്പിൾസ് ലൈഫ്സ്. റിമൂവ്, നിങ്ങൾ മാറ്റി നിർത്തുക, ഇല്ലാതാക്കുക. ലോൺലിനെസ്, ഏകാന്തത, ഫ്രം പീപ്പിൾസ് ലൈഫ്സ്, ജനങ്ങളുടെ ജീവിതത്തിൽ നിന്നും. ഒറ്റപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാരുണ്ടാവും, ഏകാന്തത അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരോട് കൂടെ നിങ്ങൾ കൂട്ടുകൂടുക, അവരെ ഏകാന്തത നിങ്ങൾ എന്ത് ചെയ്യുക? ഇല്ലാതാക്കാൻ സഹായിക്കുക. ആസ്, കാരണം എന്താ? ഇറ്റ് ഈസ് ദ വേഴ്സ്റ്റ് ഫോം ഓഫ് പോവർട്ടി. ഇറ്റ് ഈസ്, അതാണ്, ദ വേഴ്സ്റ്റ് ഫോം, ഏറ്റവും മോശപ്പെട്ട രൂപമാണ് ഓഫ് പോവർട്ടി, ദാരിദ്ര്യത്തിന്റെ. അപ്പൊ ഒരാൾ ഒറ്റപ്പെട്ട് ഏകാന്തത അനുഭവിക്കുന്നുണ്ടെങ്കിൽ അയാളാണ് ഏറ്റവും ദരിദ്രൻ. പോവർട്ടി, അതാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ഏകാന്തത മാറ്റാൻ നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുക, അവരെ സഹായിക്കുക. ഫൈനലി, ഏറ്റവും അവസാനം, റിമെമ്പർ, നിങ്ങൾ ഓർക്കണം, ദാറ്റ് വെൻ യു ഡു സംതിങ് ഗുഡ്, നിങ്ങൾ എന്തെങ്കിലും നല്ലത് ചെയ്യുമ്പോൾ, വെൻ യു ഡു, നിങ്ങൾ ചെയ്യുമ്പോൾ, സംതിങ് ഗുഡ്, എന്തെങ്കിലും നല്ലത് നിങ്ങൾ ചെയ്യുമ്പോൾ, നന്മ ചെയ്യുമ്പോൾ, യു വിൽ ബി ദ ഫസ്റ്റ്, നിങ്ങളായിരിക്കും ആദ്യത്തെ ആൾ ടു ബെനഫിറ്റ്, അതിൽ നിന്നും പ്രയോജനം ലഭിക്കുന്ന. നിങ്ങൾ ആരോട് എന്ത് നന്മ ചെയ്യുകയാണെങ്കിലും, നിങ്ങൾ എന്ത് നന്മ ചെയ്യുകയാണെങ്കിലും അതിൽ നിന്നും പ്രയോജനം ലഭിക്കുന്ന ആദ്യത്തെ ആൾ നിങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അപ്പൊ നമ്മൾ വേറെ ആളെ സഹായിക്കുകയാണെങ്കിലും അതിൽ നിന്നും പ്രയോജനം കിട്ടുന്ന ഒരേ ഒരാള്, ആദ്യത്തെ ആൾ എന്നാണ് നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മൾ ആർക്ക് അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് അതിൽ എന്തുണ്ട്? ഒരു പ്രയോജനമുണ്ട്. അപ്പൊ അദ്ദേഹം നമുക്ക് തരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഡിയൻസിന് നൽകുന്ന 3 പാഠങ്ങളിൽ ആദ്യത്തേത് എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ളവരോട് സഹാനുഭൂതി, കരുണ കാണിക്കണം, അവരെ സഹായിക്കണം വളരാൻ വേണ്ടിയിട്ട്. രണ്ടാമത് അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നുണ്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ഏകാന്തത നിങ്ങൾ മാറ്റാൻ അവരെ സഹായിക്കണം. മൂന്നാമത് അദ്ദേഹം പറയാണ് നിങ്ങൾ നല്ലത് ചെയ്യുമ്പോൾ, നിങ്ങൾ നന്മ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങളാണ് അതിൽ നിന്ന് ഏറ്റവും ആദ്യം നിങ്ങൾക്കാണ് പ്രയോജനം ലഭിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണമെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറയാണ് ദ വേൾഡ് മേ ലുക്ക് അറ്റ് മീ ആൻഡ് സേ ഗാൻ യു ക്യാൻ ഡു നത്തിങ്. ദ വേൾഡ്, ഈ ലോകം, മേ ലുക്ക് അറ്റ് മീ, എന്നെ നോക്കിയേക്കാം, ആൻഡ് സേ, പറഞ്ഞേക്കാം. ഈ ലോകത്തിലുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ചിലപ്പോൾ എന്നെ നോക്കിയിട്ട് പറഞ്ഞേക്കാം. എന്താണ് അവർ പറയാ? ശ്രീകാന്തേ, യു ക്യാൻ ഡു നത്തിങ്, നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഈ ലോകം മുഴുവൻ എന്നെ നോക്കി പറഞ്ഞേക്കാം. ബട്ട് പക്ഷേ ഐ ലുക്ക് അറ്റ് ദ വേൾഡ്, ഞാൻ തിരിച്ച് ഈ ലോകത്തെ നോക്കിയിട്ട് ഐ സേ, ഞാൻ പറയുന്നു. എന്താണ് ഞാൻ തിരിച്ച് ഈ ലോകത്തെ നോക്കിയിട്ട് പറയുന്നത്? ഐ ക്യാൻ ഡു, എനിക്ക് ചെയ്യാൻ കഴിയും, എനിത്തിങ്, എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ തിരിച്ചു പറയുന്നു. അപ്പൊ ഈ ലോകം മുഴുവൻ എന്നെ നോക്കിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും, അങ്ങനെ പറഞ്ഞാലും ഞാൻ തിരിച്ച് ഈ ലോകത്തെ നോക്കിയിട്ട് എന്ത് പറയും? എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ള കോൺഫിഡൻസോട് കൂടിയിട്ട് ഞാൻ തിരിച്ചു പറയും എന്നതാണ് ഞാൻ പറയുന്നത്. താങ്ക് യു, നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നു.